ബഹുമാനപ്പെട്ട അത്താ ഉസ്സലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം താബീഈങ്ങളിൽ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ജോലി നെയ്ത്താണ്, തുണി നെയ്ത് കമ്പോളങ്ങളിൽ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് അതുകൊണ്ട് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു മഹാനാണ് അത്താ ഉസ്സലമി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അദ്ദേഹം വളരെ സമയമെടുത്ത് മനോഹരമായി കുറ്റമറ്റ രീതിയിൽ ഒരു പുതപ്പ് നെയ്ത് അദ്ദേഹം അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാൻ പോവുകയാണ്. പല ആളുകളും പുതപ്പ് വന്ന് നോക്കുന്നു, അതിന് വില പറയുന്നു. എന്തോ വിലയൊക്കാത്തത് കൊണ്ടോ പുതപ്പ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ ആളുകൾ ഇങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ അത്താ ഉസ്സലമി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലിരിക്കുന്ന പുതപ്പ് വന്ന് വാങ്ങി. അദ്ദേഹം തിരിച്ചു മറിച്ചു നോക്കി, വില ചോദിച്ചു. അദ്ദേഹം അത്താ ഉസ്സലമി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഈ പുതപ്പിന് കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇതിന്റെ നൂലിഴ കൂടിപ്പോയി, ഇതിന്റെ കരയ്ക്ക് വീതി കുറഞ്ഞു പോയി. ഇങ്ങനെ പുതപ്പിനെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങൾ ആ മനുഷ്യൻ അത്താ ഉസ്സലമി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ആ സമയത്ത് മഹാനായ അത്താ ഉസ്സലമി റളിയല്ലാഹു അൻഹു വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയുകയാണ്. ഈ പുതപ്പ് വാങ്ങാൻ വന്ന മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ കരയാൻ വേണ്ടി, നിങ്ങളെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ആ പുതപ്പിൽ ഞാൻ കണ്ട ഒരു ന്യൂനത, ഒരു പോരായ്മ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞ വിലയേക്കാൾ താഴ്ത്താനോ പുതപ്പ് വാങ്ങാതിരിക്കാനോ എനിക്ക് ഉദ്ദേശമില്ല എന്ന് അത്താ ഉസ്സലമി റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, നിങ്ങൾ എൻ്റെ പുതപ്പിനെ കുറ്റം പറഞ്ഞതല്ല എന്നെ സങ്കടപ്പെടുത്തിയത്. ഞാൻ ചോദിച്ച വില നിങ്ങൾ തരാതിരിക്കുന്നതല്ല എൻ്റെ പ്രശ്നം. നാളെ പരലോകത്ത് ഞാൻ ഒരുപാട് കർമ്മങ്ങളുമായി പടച്ചവൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ നിർവഹിച്ച നമസ്കാരവും ഞാൻ പിടിച്ച നോമ്പും എൻ്റെ ഖുർആൻ പാരായണങ്ങളും ദാനധർമ്മങ്ങളും സ്വലാത്തുകളും മറ്റെൻ്റെ അമാലുകളുമായി എൻ്റെ ഇബാദത്തുകളുമായി എൻ്റെ റബ്ബിൻ്റെ അടുക്ക പോകുമ്പോൾ എൻ്റെ ഇബാദത്തുകളിൽ സംഭവിച്ചു പോയ ന്യൂനതയുടെ പേരിൽ എൻ്റെ ഇബാദത്തുകൾ പടച്ചവൻ തള്ളുമോ, അത് മാറ്റിവെക്കുമോ എന്ന ഭയപ്പാടിലാണ് ഞാൻ കരഞ്ഞത് എന്ന് ആ മനുഷ്യനോട് അത്താ ഉസ്സലമി റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പൂർവികരായ ആളുകൾ തൻ്റെ അമലുകൾ സ്വീകരിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അവർ പ്രയാസപ്പെട്ടുവെങ്കിൽ നമ്മൾ വിശുദ്ധമായ റമളാൻ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമായ റമളാനിൻ്റെ രാപകലുകളിലായി നാം അനുഷ്ഠിച്ച മുഴുവൻ കർമ്മങ്ങളും പടച്ചവൻ സ്വീകരിക്കുമോ, അതോ അത് പടച്ചവൻ ആ അമലുകൾ തള്ളിക്കളയുമോ എന്ന് നമുക്കറിയില്ല. നമുക്ക് ഭയമുണ്ടായിരിക്കണം, പ്രതീക്ഷയുണ്ടായിരിക്കണം, അതേസമയത്ത് പ്രത്യാശ ഉണ്ടായിരിക്കണം. റബ്ബിനോട് ഇനിയുള്ള ഈ റമളാൻ വിട പറയുന്ന ഈ പ്രധാനമായ ഈ നിമിഷങ്ങളിൽ, സന്ദർഭങ്ങളിൽ നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കേണ്ടത്, അല്ലാഹുവേ, റമളാനിൽ ഞാൻ പിടിച്ച നോമ്പ്, ഞാൻ നിർവഹിച്ച നമസ്കാരം, മുഴുവൻ പുണ്യകർമ്മങ്ങളും നീ സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥനയിലായിരിക്കണം നാം ഇനിയുള്ള സന്ദർഭങ്ങളിൽ കഴിഞ്ഞുകൂടേണ്ടത്. അല്ലാഹു നാം നിർവഹിച്ച മുഴുവൻ കർമ്മങ്ങളും സ്വീകരിച്ച് പരലോകത്ത് നമുക്ക് വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.